നിങ്ങൾക്ക് ഈ രണ്ട് മുതലിനെ കണ്ടപ്പോ മനസ്സിലായോ? നമ്മളൊരു 4 മാസത്തിന് മുന്നേ നമ്മുടെ ഫാമിൽ ഒരു കന്നിയുടെ പിള്ളേരുണ്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അന്നേരം ഇവര് ഇന്നത് ഒറ്റ വെറൈറ്റി കളറുകളായിരുന്നു ചോക്ലേറ്റ്. ഇവർ 2 പെൺപിള്ളേരാണ്, ആ കൂട്ടത്തിലുള്ള 2 പിള്ളേരാണ്. അപ്പൊ 4 മാസത്തിന് ശേഷം ഇവരെ കൊണ്ടുപോയ ഓണം എടുക്കാൻ ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കണ്ടോ? അന്ന് 30 ദിവസമായപ്പോ ഞങ്ങളുടെ ഇവര് മേടിച്ചോണ്ട് പോയതാണ്. ഇപ്പോഴും അവർക്ക് ആ സ്നേഹം മാറിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഞങ്ങളെ കണ്ടപ്പോ ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു, അതുപോലെ സ്നേഹമാണ്. അതുപോലെ തന്നെ അവർ ഇവിടെ ഒരുപാട് ഹാപ്പിയാണ്. നല്ല സ്പേസ് ഉണ്ട് അവർക്ക്, ഇറങ്ങി നടക്കാനാന്നേലും അവരുടെ കൂടെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അവർക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നെ അറിയത്തില്ല, പിന്നെ അറിയാം. തുറക്കാന്നുണ്ടോ? സമ്മതിക്കത്തില്ല. ഇവര് നല്ലപോലെ നോക്കുമല്ലേ. ശരി ശരി ശരി. എന്ത് അപ്പൊ പിടി വലിക്കോ? ഇത് പേരെന്നാ? ഇതോ? വിജിലി. എടുത്തോടാ. മതി മതി, ഉമ്മയൊന്നും വേണ്ട. നമുക്ക് വീടിക്ക് നിക്കാം. വാ, ഒന്ന് അടങ്ങി നിക്കുവോ? പിന്നെ ഇവര് വളരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാം ഹൗസ് ആണ് ഇത്. ഒരു 25 ഏക്കറോളം ഉണ്ട്. ഇവിടെ നിന്നേ മെയിനായിട്ട് നമ്മളോട് ഇതിന്റെ ഓണർ പറഞ്ഞത് അദ്ദേഹത്തിന് ഗാർഡിങ് പർപ്പസ് ആയിട്ട് വേണോന്നും പറഞ്ഞാണ് ഈ 2 മുതലിനെ നമ്മളെ മേടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 25 ഏക്കറുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു ഫാം ഹൗസ് ആണ്. അതിന്റെ കാവലിന് വേണ്ടിയാണ് ഈ 2 മുതലിനങ്ങളെ കൊണ്ടുവന്നത്. അവർ ഒരുപാട് ഹാപ്പിയാണ് ഇവർ 2 പേരെ കൊണ്ട്. അതുപോലെ തന്നെ ഇവരെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാം ഹൗസിന്റെ ഒരു മാനേജർ ഉണ്ട്, ഒരു ആന്റിയാണ് നോക്കുന്നത്. ആന്റി വന്നപ്പോ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് 2 ഭയങ്കര ചട്ടമ്പികളാണ്, പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാണ്, ഇതിന് ഫുൾ കാവലാണ്. ആ ആന്റിയോടാന്നേലും, ആന്റി വന്നിട്ട് 1.5 മാസം കണ്ടായുള്ളെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ആന്റിയോടാന്നേലും ഇവർക്ക് ഭയങ്കര കാര്യമൊക്കെയാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ഫാമിനകത്ത് ഹെവി ടൈപ്പ് കന്നിയുടെ കുട്ടികളാണ്. ഇതിന്റെ അമ്മ ചിപ്പിപ്പാറയാണ്. ചിപ്പിപ്പാറയുടെ ആദ്യത്തെ പ്രസവമാണ്. 10 പപ്പിയായിരുന്നു. ഇതിനകത്ത് 2 പെൺകുട്ടിയാണ് ഈ അച്ഛൻ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയത്. അപ്പൊ അന്ന് ഈ 30 ദിവസം ഉള്ളപ്പോൾ ഇതിന്റെ വീഡിയോ എടുക്കാൻ വന്ന നമ്മുടെ ക്യാമറമാനെ കണ്ടപ്പോൾ പോലും ഈ ഡോഗ് പെട്ടെന്ന് അറ്റാച്ച്മെന്റ് ആയെന്നുള്ളതാണ്. ഈ 4 മാസത്തിന് ശേഷം ഞങ്ങളെ കണ്ടപ്പോഴും ഞങ്ങളുടെ ക്യാമറാമാനെ കണ്ടപ്പോഴും ഈ ഡോഗ് അവരോട് അത്രയും, ഞങ്ങൾ ഇത്രയും പേരും നമ്മൾ വളർത്തുന്നതിനേക്കാളും സ്നേഹമാണ് ഇവര് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവരുടെ ആ നോട്ടം കൊണ്ടാണ് ഇത് 4 മാസം കൊണ്ട് ഈ വളർച്ചയിലേക്ക് എത്തിയത്. സാധാരണ നമുക്ക് 4 മാസം കൊണ്ട് ഈ ഒരു വളർച്ചയിലേക്ക് ഒരു വ്യക്തി വളർത്തുമ്പം ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നല്ലതായിട്ട് വളർത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവരുടെ വ്യായാമം കിട്ടാനുള്ള സ്ഥല സൗകര്യമുണ്ട്. ഒരു 10-25 ഏക്കറിനകത്തോളം ഒരു ഫാം ഹൗസിലാണ് ഇവർ കഴിയുന്നത്. ഈ 4 മാസം ആയപ്പോൾ തന്നെ ഇവർ കുര തുടങ്ങി എന്നുള്ളതാണ് 2 പേര്. അപ്പൊ ഈ അച്ഛൻ ഒരെണ്ണത്തിനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ
ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു 2 കുട്ടിയെ ഒരുമിച്ച് എടുക്കുമ്പം അവർ പെട്ടെന്ന് കുരയ്ക്കാനും ഭക്ഷണം കഴിക്കാനും കളിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും. അച്ഛൻ അത് കാരണം 2 പേരെ കൊണ്ടുവന്നു. നല്ല സ്പേസുള്ള 2 കൂട്. അപ്പൊ അവർക്ക് ഓടിക്കളിക്കാനുള്ള ഒരു കൂടൊക്കെയാണ്. അതാണ് വൃത്തിയുള്ള പ്രതലം ഞാൻ വന്ന് കണ്ടപ്പോൾ. പിന്നെ ഇവർക്ക് തണല്, വെള്ളത്തിന്റെ സൗകര്യം, ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ ഡോഗിനെ കൊണ്ടുപോകുന്നവരും അല്ലാതെ ഒരു സംശയം എന്നോട് ചോദിച്ചിട്ടുണ്ട്. 2 ഫീമെയിലിനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കടിപിടി കൂടുപോകും. പക്ഷെ അതിന്റെ ഒരു തെളിവാണ് ഈ 2 പേര്. കാരണം ഇവിടെ വന്നപ്പോൾ ഇവർ 2 പേരും അത്രയ്ക്കും സ്നേഹമായിട്ടാണ് കഴിയുന്നത്. ഇവരെ അഴിച്ചു വിടാറുണ്ട്. പിന്നെ ഒന്നാമത്തേക്ക് മെയിനായിട്ട് ഇവർക്കുള്ള ആ സ്ഥല സൗകര്യം ഇവിടെ ഓടിക്കളിക്കാനുള്ളത്. പിന്നെ നല്ല ഭക്ഷണം, കൃത്യമായിട്ടുള്ള മെഡിസിനുകൾ, വാക്സിനേഷനുകൾ, ഇവരുടെ ലൈസൻസ് എല്ലാം കൃത്യമാണ്. ഞാനതെല്ലാം നോക്കിയായിരുന്നു. അപ്പൊ എനിക്കിവരെ കണ്ടതിലും ഇങ്ങനെ വളർത്തുന്നതിലും, നമ്മളൊരു 10-25 വർഷത്തിന് മേളിൽ 30 വർഷത്തോളം ആയെങ്കിലും നമ്മൾ ഒരുപാട് പേര് ഡോഗിനെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ കാണാൻ പോകാറുണ്ട്. പക്ഷെ ആരും നമ്മളങ്ങനെ ഇത്രയും നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരെ കണ്ടപ്പോഴാണ്. അപ്പൊ ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം ഇവരുടെ കൂട് കണ്ടപ്പോഴാണ്. നല്ല തണലത്ത് ഇവർക്കൊന്ന് എണ്ണീറ്റ് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്കൊന്ന് ഓടിക്കളിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള കൂടാണ്. 2 പേർക്കും. 2 പേരെയും കാണത്തക്ക രീതിയിൽ തന്നെയാണ് കൂടും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നപ്പോ ഇവർക്കൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ കൂടിന്റെ സൈഡിലാണെങ്കിലും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഇവരുടെ ഓണർ എന്ന് പറഞ്ഞാൽ അങ്കിള് ഇവരുടെ ഓരോ അപ്ഡേഷന് എല്ലാ മാസവും വിളിക്കും. ഇവരുടെ ഓരോ അപ്ഡേഷൻ നമ്മളോട് പറയും. ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ആദ്യം നമ്മളെ വിളിക്കും. നമ്മൾ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വിടും. അപ്പൊ ഇവരെ ഇത്രയും സ്നേഹിച്ച് വളർത്തുന്ന ഇതിന്റെ ഓണറായ ആ അങ്കിളെ, അതുപോലെ തന്നെ ഇവിടെ ഇതിനു വേണ്ടി ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ ഇവരുമായിട്ട് അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ വളർത്തുന്ന കണ്ടിൽ ഒരുപാട് സന്തോഷമുണ്ട്.